എങ്ങനെയാണ് ഒരു റോബോട്ട് സർജറി ചെയ്യുക? മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോബോട്ടിനെ ഉപയോഗിക്കുന്നത്. റോബോട്ട് സർജറി ചെയ്യുമ്പോൾ സാറും അവിടെ കാണുമല്ലോ അല്ലേ? ഈ റോബോട്ട് വന്നു കഴിഞ്ഞപ്പം റിസ്റ്റിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് വളരെ പ്രിസിഷനോടുകൂടി സർജറി ചെയ്യാനും വളരെ പ്രിസിഷനോടുകൂടി തുന്നി വെക്കാനും പറ്റും. ഇത് നേരെ ഓപ്പൺ സർജറിയിൽ സാധ്യമല്ലായിരുന്നു. കുട്ടികളിൽ എങ്ങനെയായിരിക്കാം നമ്മൾ ഇത് ചെയ്യാൻ പറ്റുക? കുഞ്ഞുങ്ങളുടെ സർജറി ടൈം എത്ര കുറച്ച് വെക്കാൻ പറ്റും? ഔട്ട്കംസ് ആർ ബെറ്റർ ആണ്. നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാങ്കേതിക വിദ്യകൾക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. ഇത് ആരോഗ്യ രംഗത്തും വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. റോബോട്ടിക് സർജറിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ മുരുകൻ ബാബു, ഡോക്ടർ വിനീത് ബിനു, ഡോക്ടർ ജോസഫ് പച്ചിക്കര. മെഡിക്കൽ രംഗത്ത് വന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു റോബോട്ട് സർജറി ചെയ്യുക എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ശരിക്കും റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്? എങ്ങനെയാണ് റോബോട്ടിക് സർജറി നടത്തുന്നത്? ഈ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഇങ്ങനെ റോബോട്ടിക് സർജറിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം സർജറിക്ക് മുമ്പായിട്ട് പറയണു, റോബോട്ട് സർജറി ചെയ്യുമ്പോൾ സാറും അവിടെ കാണുമല്ലോ അല്ലേ എന്ന്. ശരിക്കും ചെയ്യുന്നത് സർജൻ തന്നെയാണ്. റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടിൽ നിന്ന് ചെയ്യുന്നല്ല. ഈ അടുത്തിപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, US ഒരു ഹ്യൂമനോയിഡ് റോബോട്ട്, മനുഷ്യൻ്റെ ആകൃതിയിലുള്ള ഒരു റോബോട്ട് നമ്മുടെ വീട് ജോലിക്കാരെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പുതിയതായിട്ട് നിയോ എന്ന് പറയുന്ന ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈ സർജറി ചെയ്യുന്നത് അതേപോലത്തെ ഒരു റോബോട്ടല്ല, അത് ഒരു പേര് ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് ഒരു 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സർജൻ ഇരുന്ന് ഒരു വ്യൂ നോക്കി അതിൽ സർജറി ചെയ്യുന്ന, അതിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ചെയ്യുന്ന ഒരു ഭാഗവും, രണ്ടാമത്തെ ഭാഗം പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ മൂവ്മെൻറ്റ് അതേപോലെ തന്നെ പേഷ്യൻ്റെ ഉള്ളിലേക്ക് മാറ്റുന്ന ഒരു ഭാഗവും. അങ്ങനെ 2 ഭാഗമുണ്ട്, ഒരു മാസ്റ്ററും ഒരു സ്ലേവും. സർജനാണ് എപ്പോഴും മാസ്റ്റർ. സർജൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ട് അതേപോലെ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഈ റോബോട്ടിക് സർജറിയിലുള്ളത്. അപ്പോൾ ഇത് തന്നെ അതിൻ്റെ കുറേ ഗുണങ്ങളും ഒക്കെ അഡീഷണലായിട്ട് അത് കാരണമുണ്ട്. അതിൽ ഒന്ന്, നമുക്ക് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പോലെ തന്നെ ചെറിയ തുളകൾ വെച്ച് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അതിനുശേഷം നമുക്ക് ഈ മെയിൻ കൺസോളിലിരുന്നിട്ട് നമുക്ക് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻസിനും പ്രത്യേകതയുണ്ട്. ഇൻസ്ട്രുമെൻസിൻ്റെ അറ്റം നമ്മുടെ റിസ്റ്റ് മൂവ്മെൻറ്റ് പോലെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മളൊരു ചോപ്സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അതപ്പോൾ കുറച്ചും കൂടെ പാടാണ്. ആ സർജറി ചെയ്യാൻ കുറച്ചും കൂടെ ടെക്നിക്കലി ചാലഞ്ചിങ് ആണ്. പക്ഷേ ഈ റോബോട്ടിക് സർജറി ആകുമ്പോൾ നമുക്ക് ഈ റിസ്റ്റ് മൂവ്മെൻ്റ് ഉള്ളത് കാരണം ഓപ്പണിൽ ചെയ്യുന്ന അതേ പ്രിസിഷനിലൂടെ നമുക്ക് ചെയ്യാം. ഒരുപക്ഷെ അതിലും കൂടുതൽ പ്രിസിഷനിലൂടെ ചെയ്യാം. കാരണം ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ നമ്മൾ ഓപ്പണിൽ ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി വലുതായിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൂടെ കാണുന്നത്. 3D ആയിട്ട് കാണുകയും ചെയ്യാം. അങ്ങനെ കുറേ ഗുണങ്ങളും എല്ലാം ഉണ്ട് അതിൽ. ഇപ്പം റോബോട്ടിക് സർജറി ചെയ്യാമെന്ന് ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോട് പറയുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്താണ്? നമ്മുടെ നാട്ടിലിപ്പോൾ അതങ്ങ് ഒരു അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് റോബോട്ട്, അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ ആദ്യമേ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് സർജറിയുടെ ഈ പറഞ്ഞ പോലെ പ്രിസിഷൻ കൂടും. അപ്പോൾ സർജറിയുടെ പ്രിസിഷൻ കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും സർജറി. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ നമ്മുടെ ബ്ലഡ് ലോസ്, ബ്ലഡിൻ്റെ അളവ് കുറയും. പ്രത്യേകിച്ച് ചില ഏരിയകളിൽ വളരെ ഞരമ്പുകളെല്ലാം വളരെ ക്ലോസ് ആയിട്ടുള്ളിടത്ത് വളരെ സൂക്ഷ്മതയോടെ അതിൽ നിന്നെല്ലാം സേഫാക്കി, ഞരമ്പുകളെല്ലാം സേഫാക്കി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ലാപ്രോസ്കോപ്പിക്കായിട്ട് ഈ സ്യൂച്ചറിങ്, തുന്നിക്കെട്ടുവും റിപ്പയർ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക്കായിട്ട് കുറച്ച് പാടുള്ള സംഗതിയാണ്. അപ്പോൾ റോബോട്ടിക് ആകുമ്പോൾ അതെല്ലാം കുറേ കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കുറേ ഗുണങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് പറയും. ഇപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൽ റോബോട്ടിക് സർജറി ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ, കാര്യങ്ങൾ? നമ്മുടെ പ്രധാനമായിട്ടും, അതായത് സാധാരണയുള്ള ജനറൽ സർജറി പോലെയുള്ള അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സർജറി, യൂറോളജി, പീഡിയാട്രിക് സർജറി പോലുള്ളതിൽ ചെയ്യുമ്പം അത് അവരുടെ സർജറിയുടെ ഈ സർജറി ചെയ്യുമ്പോഴുള്ള പുറത്തുള്ള മുറിവുകൾ കുറയ്ക്കുകയും പ്രിസിഷൻ കൂട്ടുകയാണ് ചെയ്യും. പക്ഷേ ഓർത്തോയിലുള്ള റോബോട്ടിക് സർജറിയിലും അതിൽ നമ്മൾ ആ ഓപ്പറേഷൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴും ഒന്നും തമ്മിലൊരു വ്യത്യാസമില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത്, അതായത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റോബോട്ടിനെ ഉപയോഗിക്കുന്നത്, ഇന്ത്യയിലും പാശ്ചാത്യ രാജ്യങ്ങളുമെല്ലാം. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് ഈ മുട്ട്, നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള മുട്ട് ഉള്ളിൽ കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും മുട്ട് നമുക്ക് തുറന്നേ പറ്റുള്ളൂ. അപ്പോൾ റോബോട്ടിനായാലും ഈ ഇംപ്ലാന്റ് വെക്കുന്നതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മുട്ട് തുറക്കേണ്ടതുണ്ട്. ഇതൊരു ഓപ്പൺ സർജറി തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം മറ്റുള്ളതുമായിട്ടുള്ള ഒരു വ്യത്യാസം. 2,
ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രിസിഷനാണ്. നമുക്ക് ഓപ്പറേഷന് മുൻപ് തന്നെ, അതായത് ഓപ്പറേഷന് മുൻപ് തലേ ദിവസമോ അതിനു മുമ്പോ ഒരു സ്കാനിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് കമ്പ്യൂട്ടറിൽ ഈ ഓപ്പറേഷൻ്റെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരാളുടെ കാല് ഭയങ്കരമായിട്ട് ഒരു 10-50 ഡിഗ്രി പോലെ വളഞ്ഞ് ഏകദേശം നല്ലപോലെ റാ പോലെ ഇരിക്കുന്ന വളവാണെങ്കിൽ ആ വളവിനെ നമുക്ക് ഓപ്പറേഷന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനെ നേരെ എത്ര ഡിഗ്രിയിൽ വെക്കണം, നമുക്ക് പെർഫെക്റ്റ് ആക്കി വെക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ് നേരത്തെ തന്നെ. ഈ പ്ലാനിങ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. ആ പ്ലാനിങ് പക്ഷേ റോബോട്ടല്ല ചെയ്യുന്നത്, സർജനാണ്. അത് ഡോക്ടർ ജോസഫ് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളുടെ ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള നിലയല്ല, റോബോട്ട് സർജൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അതിൽ വരുന്നത്. പക്ഷേ ആ പ്രിസിഷൻ നമ്മൾ ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷനിലോട്ട് കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പോഴത്തെ റോബോട്ടിക്സ്. ആ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പല വീടുകളിൽ ഈ ഇപ്പം ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന റോബോട്ടുണ്ട്. ആ റോബോട്ട് തന്നെ ഫുൾ ചെയ്യും. പക്ഷേ അതുപോലെ ഒരു ലെവലിലോട്ടൊന്നും മെഡിക്കൽ ഫീൽഡ് എത്തിയിട്ടില്ല. അതന്നെ അതെത്താനായിട്ട് അത്ര എളുപ്പമല്ല. കാര്യം ഇതിനകത്തൊരു വേറൊരു മാനുഷിക എലമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോബോട്ട് മൊത്തമായിട്ട് നമ്മുടെ ഒരു ശാസ്ത്രം, അതായത് മെഡിക്കൽ ശാസ്ത്രത്തിനെ മാറ്റിയെടുക്കുന്ന കാലമൊന്നും ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ അവരെ മൊത്തം നമുക്ക് ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു അതായിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രിസിഷൻ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് 100% നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ വളവ് നമുക്ക് എത്ര ഡിഗ്രി വെക്കണോ ആ ഡിഗ്രി തന്നെ വെക്കാം. നമ്മൾ കൺവെൻഷനൽ, അതായത് സാധാരണ നമ്മൾ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ആ വളവിനെ നിവർക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്ത് ഇതാണ് കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഒരു 4-5 സ്റ്റെപ്പ് ചെയ്തായിരിക്കും നമ്മൾ ആ വളവ് നേരെയാക്കുന്നത്. അതിന് പകരം റോബോട്ടിക് ആണെങ്കിൽ ഒരു ഒറ്റ സ്റ്റെപ്പ് മതി. അപ്പോൾ അതുകൊണ്ടുള്ളത് എന്താണ് ഗുണം? നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനെ അധികം നമ്മൾ ഇളക്കുന്നില്ല. അപ്പോൾ ഒറ്റ അടിക്ക് തന്നെ ചെയ്ത് നേരെയായി. ചെയ്ത് കഴിയുമ്പോൾ കാല് നമ്മൾ വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ അത് കാരണം ഓപ്പറേഷന് ശേഷമുള്ള വേദന ഗണ്യമായിട്ട് കുറവാണ്. ബഹുഭൂരിപക്ഷം ആൾക്കാരിലും ഓപ്പറേഷൻ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ആൾക്കാരെ റൗണ്ട്സിന് ചെല്ലുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. കാര്യം സാധാരണ ചെയ്യുന്നതും മറ്റതുമായിട്ടുള്ള ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും മെജോറിറ്റി ആൾക്കാർക്കും ഓപ്പറേഷന് ശേഷം വേദനയ്ക്കും കുറവുണ്ട്. അപ്പം പെർഫെക്ഷൻ, ഓപ്പറേഷന് ശേഷമുള്ള വേദന, ഒരു പക്ഷേ അങ്ങനെ വേദന കുറയുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നേരത്തെ അവരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഗുണങ്ങളും റോബോട്ടിക് സർജറിക്കുണ്ട്. യൂറോളജി വിഭാഗത്തിലാണ് ആദ്യമായി റോബോട്ടിക് സർജറിയുടെ ഇത് വന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് യൂറോളജി വിഭാഗത്തിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി നടത്തുന്നത്? നമുക്ക് യൂറോളജിയിൽ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ യൂസ് വരുന്നത് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ സർജറിയിലും കിഡ്നിയുടെ ക്യാൻസർ സർജറിയിലും വരുന്നത്. സാധാരണ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ എവിടെയാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേളിൽ നമ്മളൊരു മുറിവിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഇരിക്കുന്ന ഇടുപ്പിൻ്റെ എല്ലിൻ്റെ അകത്താണ്. അപ്പോൾ അത് നമുക്ക് എല്ല് മുറിച്ച് ആ ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ വയറിലൊരു മുറിവിട്ട് അകത്ത് പോയി ഓപ്പറേഷൻ ചെയ്യാറ്. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങ് ചെരിഞ്ഞൊക്കെ നോക്കിയും അങ്ങനെയൊക്കെ ഒരു ആംഗിളിലൊക്കെ നോക്കി കുറച്ച് അതിൻ്റെ റെസ്ട്രിക്ഷൻസോട് കൂടിയാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. പക്ഷേ ഈ റോബോട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് മേളിൽ നമ്മൾ ഈ മുറിവുകൾ ഇട്ടാലും അകത്ത് പോയി നമുക്ക് അടുത്ത് ചെന്ന് ഇത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് സാറ് നേരത്തെ പറഞ്ഞ പോലെ റിസ്റ്റിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് വളരെ പ്രിസിഷനോടുകൂടി സർജറി ചെയ്യാനും വളരെ പ്രിസിഷനോടുകൂടി തുന്നി വെക്കാനും പറ്റും. ഇത് നേരെ ഓപ്പൺ സർജറിയിൽ സാധ്യമല്ലായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്ക് മെയിനായിട്ട് യൂസ് വരുന്നത് കിഡ്നിയുടെ ഏർലി സ്റ്റേജ് ക്യാൻസറിൽ നമുക്ക് കിഡ്നിയിൽ മുഴ ഉണ്ടെങ്കിൽ അത് കിഡ്നി മുഴുവനായിട്ട് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരാറില്ല. നമുക്ക് ഈ മുഴ മാത്രമായിട്ട് എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷേ കിഡ്നിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു 25% ബ്ലഡ് നേരെ കിഡ്നിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കിഡ്നിയിൽ നമ്മൾ ഈ മുഴയൊക്കെ മുറിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിഡ്നി വല്ലാണ്ട് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കിഡ്നിയിലോട്ടുള്ള രക്തക്കുഴൽ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പം ഈ അടച്ചു വെച്ചിട്ട് നമ്മൾ ഈ മുഴേനെ അങ്ങ് മുറിച്ച് കളയും. എന്നിട്ട് തുന്നി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ആർട്ടറീസും വെയിനും നമ്മൾ ഓപ്പൺ ചെയ്ത് വിടുക ചെയ്യാറ്. ഈ ആർട്ടറിയും വെയിനും ഈ ക്ലോസ് ചെയ്ത് വെക്കുമ്പം ഈ കിഡ്നിക്ക് ചെറുതായിട്ടുള്ള ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത നമ്മൾ ഈ അടച്ചു വെച്ചേക്കുന്നതിൻ്റെ സമയം കൂടുന്തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ മുഴ മുറിച്ചെടുത്ത് അത് തുന്നി വെച്ച് ഉടനെ ഈ ആർട്ടറിയെ വിടുക എന്നുള്ളതാണ് ആ സർജറിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അപ്പോൾ നമുക്ക് റോബോട്ടിക് സർജറി ആകുമ്പോൾ നമുക്ക് ഈ തുന്നി വെക്കാനും കട്ട് ചെയ്യാനും ഒക്കെ വളരെ പ്രിസിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മുറിച്ചതിന് ശേഷം പെട്ടെന്ന് തുന്നി വെക്കാനും നമുക്ക് ഈ ആർട്ടറീസ് അടച്ചു വെച്ചിരിക്കുന്ന സമയം നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷവും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയും.
അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളിലാണ് നമ്മൾ യൂറോളജിയിൽ മെയിനായിട്ട് റോബോട്ടിക് സർജറി ഉപയോഗിക്കുന്നത്. കിഡ്നി ക്യാൻസർ പോലെയുള്ളതിനാണ് നമ്മളിപ്പോൾ റോബോട്ടിക് സർജറി മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം രോഗികളുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉത്കണ്ഠകൾ ഒരുപാടാണ്. എങ്ങനെയാണ് അവരെ പറഞ്ഞൊന്ന് നമുക്ക് സമ്മതിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? യൂഷ്വലി ഇതൊരു നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കുറച്ചും കൂടെ പുതിയതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് കുറച്ച് പേഷ്യൻസിന് അതിൻ്റേതായിട്ടുള്ള ആശങ്കകളുണ്ട്. സാറ് നേരത്തെ പറഞ്ഞുള്ള പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, സാറ് സർജറി ദിവസം ഉണ്ടാവുമോ, സാറ് ലീവ് അല്ലായിരിക്കുമല്ലോ, ഇങ്ങനെ റോബോട്ട് പോലെ മനുഷ്യൻ വന്നാണോ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമല്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന ഓപ്പറേഷനിൽ നമ്മൾ സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പകരം ഇതിൽ റോബോട്ടിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ റോബോട്ടിൻ്റെ ഉപകരണം ഉപയോഗിക്കുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സർജറി ചെയ്യുന്ന സ്റ്റെപ്സും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം സെയിമാണ്. നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് സർജറി കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഇതിലും കിട്ടും. അതിൽ നമുക്ക് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മുറിവുകൾ മതി. അത്രയുള്ള ചെറിയ മുറിവുകളിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും ഒക്കെ വളരെ നല്ല മാഗ്നിഫിക്കേഷനും നല്ല പ്രിസിഷനും എല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പേഷ്യൻറ്റിന് പെട്ടെന്ന് റിക്കവറിയിലോട്ട് പോകാനും പറ്റും. ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ സർജറി പണ്ട് നമ്മൾ ട്രഡീഷണലി ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5-6 ദിവസം എങ്കിലും പേഷ്യൻറ്റ് കിടക്കണം. ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ മുറിവുണ്ടാവും. അതിൻ്റെയൊക്കെ പകരം ഇപ്പം ഒരു 1 സെൻറ്റിമീറ്റർ 4 മുറിവ് കൂടെ സർജറി ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം പേഷ്യൻറ്റിനെ വീട്ടിൽ വിടുകയും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ സാധാരണ പേഷ്യൻസ് ഇപ്പം വില്ലിങ് ആണ്. സമയം കുറവാണ്. അതെ, നമുക്ക് ഈ ഒരു സർജറി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തീർക്കാനും പറ്റും. പീഡിയാട്രിക് വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ റോബോട്ടിക് സർജറിയുടെ ഒരു പ്രാധാന്യമൊക്കെ എങ്ങനെയാണ്? കുട്ടികളിൽ എങ്ങനെയായിരിക്കാം നമ്മൾ ഇത് ചെയ്യാൻ പറ്റുക? കുട്ടികളിലുള്ള ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സർജറി കോമൺലി ഉപയോഗിക്കുന്നത് വയറിൻ്റെ അകത്തും നെഞ്ചിത്തകത്തും, എന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ഉള്ള സ്ഥലത്ത് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനും കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കുറവാണ്. അപ്പോൾ ആ സ്പേസ് വർക്ക് കുറയുന്നത് കൂടെ ഈ നമ്മുടെ അകത്തുള്ള അവയവങ്ങൾ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള അവയവങ്ങളും അതിൻ്റെ ആ അവയവങ്ങളെല്ലാം ചെറുതായിരിക്കുന്നുണ്ടും നമുക്ക് ഈ റോബോട്ടിക് സർജറിയുടെ ബെനിഫിറ്റ്സ് അവിടെയാണ് വരുന്നത്. ബിക്കോസ് അകത്ത് ഓപ്പറേഷൻ്റെ ആ ക്യാവിറ്റിയുടെ അകത്ത് നെഞ്ചിലാണെങ്കിലും വയറിലാണെങ്കിലും നമുക്ക് സ്പേസ് കുറവാണ്. നമുക്ക് ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് വേണം മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫൈൻ പ്രിസിഷൻ കൊണ്ടും മാഗ്നിഫിക്കേഷൻ കൂടുതലായതുകൊണ്ടും പിന്നെ ആ 3D നമ്മൾ നോർമലി കാണുന്ന ഒരു ഓപ്പൺ സർജറിയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു 3D അതിനെക്കാളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ സർജറിയുടെ പ്രിസിഷനൊക്കെ ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ട് റിസൾട്ട്സ് വൈസ് ഓൾസോ കുഞ്ഞിൻ്റെ റിക്കവറി വൈസും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പൈലോപ്ലാസ്റ്റി, കിഡ്നിയിലുള്ള ഒരു തടസ്സം, കിഡ്നിയും ബ്ലാഡറും കണക്ട് ചെയ്യുന്ന ട്യൂബിലെ തടസ്സം, അതിനാണ് കോമൺലി യൂസ് ചെയ്ത് വരുന്നത്. ആ തടസ്സത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ തടസ്സത്തിനെ കണ്ടുപിടിച്ച് അതിനെ മുറിച്ച് മാറ്റി ജോയിൻ ചെയ്യുക. ആ ജോയിനിങ് പ്രോസസ് ലാപ്രോസ്കോപ്പിയിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ഓപ്പൺ സർജറി ഇക്വലൻ്റ് അല്ല. അപ്പോൾ ഈ റോബോട്ടിക് സർജറിയിൽ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ടിപ്പ് 360 മോർ ദാൻ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. അപ്പോൾ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായതുകൊണ്ട് ആ ഡിഫിക്കൽട്ട് പൊസിഷൻസിൽ പോയി നമുക്ക് സൂച്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോർമലി ഒരു ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിനെ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞ് വിടുന്നതിൻ്റെ റീസൺ അത് ലീക്ക് ചെയ്യാനുള്ള ചെറിയ റിസ്ക് ഉണ്ടായാണ്. റോബോട്ടിക് സർജറി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത കുറേ പേഷ്യൻസ് നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻ്റ് വീട്ടിൽ പോകും. അപ്പോൾ ഒന്ന് നമുക്ക് നന്നായിട്ട് ജോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ചെറിയ മുറിവിൽ കൂടെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേദന ഭയങ്കര കുറവാണ്. അതിനൊരു ലാപ്രോസ്കോപ്പിയിൽ വേദന കുറവാണെങ്കിലും റോബോട്ടിക് സർജറി ആക്ച്വലി ലാപ്രോസ്കോപ്പിയിലേക്കാണ് വേദന കുറവാണ്. അതൊരു റീസൺ ഉണ്ട്. ആക്ച്വലി ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ഒരു ട്യൂബ് ഇട്ട് അതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻ്റ് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ വെളിയിലുള്ള എബ്ഡോമിനൽ വാളിൻ്റെ പുറത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് പെയിൻ കൂടുതലാണ്. റോബോട്ടിക് സർജറിയിൽ മൂവ് ചെയ്യുന്നില്ല, അറ്റം മാത്രം മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ റിക്കവറി ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് റിക്കവർ ചെയ്ത്, അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി നടക്കണം. അങ്ങനെ ഓടി നടക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കിടത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ സർജറി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടും ആ ജോയിൻറ്റ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഇങ്ങനെയുള്ള പിള്ളേരെ എളുപ്പം നമുക്ക് വീട്ടിൽ വിടാൻ പറ്റുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ്
അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാരണം പേരൻസിൻ്റെ അടുത്ത്, എസ്പെഷ്യലി ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന പേരൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം 2 പേരൻസ് വർക്കിംഗ് ആയിരിക്കും, വീട്ടിൽ വേറൊരു കുഞ്ഞും ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ലോജിസ്റ്റിക്സ് വൈസ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഒരു 5-6 ദിവസം കിടക്കുന്നതും അടുത്ത് പറയാം അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകുന്നതും. ഒരു മെജോറിറ്റി പേരൻസ് ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നോക്കുമ്പോൾ തന്നെ അവർ, ബിക്കോസ് അവർക്ക് തന്നെ തിരിച്ച് ജോലിക്ക് പോകാൻ എളുപ്പമാവുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും ഒരു നോർമൽസി മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഒരു റോബോട്ടിക് സർജറിക്ക് അതിനൊരു മേജർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം മുതിർന്നവരെ പോലെയല്ല കുട്ടികളെന്ന് പറയുന്നത്. കുട്ടികളിൽ ഇപ്പം സർജറി നടത്തുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. ഇപ്പം നോർമൽ ആയിട്ടുള്ള 2 വ്യക്തികൾ, മാതാപിതാക്കളാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതും കുട്ടികളിൽ ഇങ്ങനെ റോബോട്ടിക് സർജറി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഒന്ന് ഫസ്റ്റ് ചോദിച്ച ചാലഞ്ച് ഈ മാതാപിതാക്കൾ. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള എസ്പെഷ്യലി കേരളത്തിലൊരു മേജർ അഡ്വാൻറ്റേജ്, ഒരു മെജോറിറ്റി നമുക്ക് ലിറ്ററസി ഭയങ്കര ഹൈ ആയതുകൊണ്ട് മെജോറിറ്റി പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരുന്നതിന് മുമ്പേ അവർക്ക് രോഗത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇപ്പോൾ ChatGPT, ഗൂഗിൾ ഇവരെല്ലാം സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് പഠിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു മെജോറിറ്റി പേഷ്യൻസിന് നമുക്ക് ആ സർജറി വേണം എന്നുള്ളത് കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അധികം യൂഷ്വലി സമയം എടുക്കില്ല. പക്ഷേ അവർക്ക് നമുക്കൊരു റീഅഷുറൻസ് ആണ് കൂടുതൽ വേണ്ടത്. കാരണം അവരുടെ കുഞ്ഞ് നോർമൽ ആവുമോ എന്നുള്ള മാത്രം ചോദ്യം മാത്രമേ ഉള്ളൂ. സർജറി വേണ്ടാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ അപൂർവമാണ്. മെജോറിറ്റി പേഷ്യൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി കുഞ്ഞുങ്ങളിലുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് കുഞ്ഞുങ്ങളിൽ എസ്പെഷ്യലി ഉള്ള സിറ്റുവേഷൻ കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സർജറി കറക്റ്റായിട്ട് കിട്ടുക എന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കൊരു ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, നമുക്കതിന് കൂടുതൽ മാഗ്നിഫിക്കേഷൻ, അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സർജറി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ആ പ്രൊസീജിയറാണ് എപ്പോഴും നല്ലത്. വേറൊരു മേജർ ചേഞ്ച് നമ്മൾ കണ്ടേക്കുന്നത്, ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡോക്ടർ ജോസഫ് പറഞ്ഞ കാര്യം, നമ്മുടെ സ്പീഡ് കൂടി. അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ ഇങ്ങനെ നമ്മൾ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ, എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ആൾ ലാപ്രോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ എടുക്കും ഈ പൈലോപ്ലാസ്റ്റി. അപ്പോൾ നേരെ മറിച്ച് റോബോട്ടിക് സർജറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്തിന് അവർക്ക് ഒരു 2 hours 3 hours തരും. വിച്ച് മീൻസ് ഇതിന് കുഞ്ഞുങ്ങളിൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് കുഞ്ഞുങ്ങളുടെ സർജറി ടൈം എത്ര കുറച്ച് വെക്കാൻ പറ്റുന്നു, ഔട്ട്കംസ് ആർ ബെറ്ററാണ്. അപ്പോൾ ഇത് കാരണം നമുക്ക് നോർമലായിട്ടുള്ള ഇത്രയും കോംപ്ലക്സ് ഉള്ള സർജറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ച് വാർഡിലേക്ക് വിടാൻ പറ്റും. പണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ സർജറി കഴിഞ്ഞാൽ കുഞ്ഞ് ICUയിലേക്കാണ്. അപ്പോൾ ICUയിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ ആ എല്ലാം ആസ്പെക്റ്റിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ എളുപ്പം വീട്ടിൽ വിടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മേജർ ഇമ്പോർട്ടൻ്റ് ആണ് പേരൻസ് കൺസേൺ. ബിക്കോസ് കുഞ്ഞിന് വേദന ഉണ്ടാവാൻ പാടില്ല, കുഞ്ഞിന് എളുപ്പം റിക്കവറി വേണം. അപ്പോൾ ആൻഡ് കോംപ്ലിക്കേഷൻസ് പാടില്ല. പിന്നെ ഇതല്ലാതെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ഡോക്ടർ ജോസഫ് പറഞ്ഞാൽ പിള്ളേരിലും കാണുന്നുണ്ട്. ലിവറിലുള്ള വലിയ മുഴകൾ വരിക, ലിവറിലെ ചെറിയ കൂടുതൽ കണക്ട് ചെയ്യുന്നതിൻ്റെ വലിയ വീർപ്പുകൾ വരിക. അതൊക്കെ നമുക്ക് ഹൈ പ്രിസിഷൻ, ബിക്കോസ് അതിൻ്റെ ചുറ്റും മേജറായിട്ടുള്ള അവയവങ്ങളുണ്ട്. അതിന് ഇഞ്ചുറി ചെയ്താൽ കോൺസിക്വൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതെല്ലാം സേഫായിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പറേഷൻ കണ്ടി എത്രയോ ബെറ്റർ. കാരണം ഓപ്പൺ ഓപ്പറേഷൻ കുഞ്ഞുങ്ങളിൽ തന്നെ വലിയ മുറിവിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ആ വേദന കാരണം എന്ത് പറ്റും, ഒരു ബ്രീത്ത് ചെയ്യില്ല, അപ്പോൾ അവർക്ക് ന്യൂമോണിയ വരും. അപ്പോൾ ഈ ചെറിയ മുറിവുകളിൽ കൂടെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ റിക്കവറി ഭയങ്കര ഫാസ്റ്റാണ്.